ഒക്കെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിശപ്പ്, അതായത് ഫുഡ് ബ്ലോഗ് ഒക്കെ കണ്ടിട്ട്. എന്നടാ പാരസെറ്റാമോൾ മാറിക്കുന്നതിന് ഇതൊക്കെ ഇങ്ങനെ കുടിക്കുന്നേ കുടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കയ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പ്. പാട്ട വണ്ടി എനിക്ക് ചാർജില്ല. കൈസ് ഇത് ഫുള്ള് കോമഡിയാണ് കൈസ്. ഇത് വലിക്കുന്നുമില്ല, ഇത് വെട്ടി വെട്ടി ഏതാ മതിലൊക്കെ പോണേ. നടക്കുക നടത്ത പിന്നെ ഒരു പുത്തിരി അല്ലല്ലോ. കിടപ്പണോ തുണിയില്ലാതെ നടക്കാൻ കാണിക്കുന്നില്ല, കാണിക്കണോ? ഹേ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോഹനൻ്റെയാണ്. അപ്പോൾ ദീപക്ക് ഇന്നലെ തന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് സാർ ബ്രൂക്കിൽ, അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് ടിക്കറ്റില്ലായിരുന്നു. ഇന്ന് തൊട്ട് എനിക്ക് ടിക്കറ്റ് ആക്ടിവേറ്റ് ആയിരുന്നു, DB ടിക്കറ്റ്. അപ്പോൾ ഞാനും ഇന്ന് രാവിലെ തന്നെ പോകാമെന്ന് ഓർത്തു. ഇന്നലെ എന്നെ വിളിച്ചത്, പിന്നെ ഇന്നലെ പോകാൻ മടിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ നാളെ ഒരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഓർത്തു. ഞങ്ങൾ ക്ലാസ് ഓൾറെഡി എന്തായാലും കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സാർ ബ്രൂക്കിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇന്നലെ വരെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ ശരിക്കും 47, ഇപ്പോൾ അര കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. ബാനോഫി കയറി എന്നാൽ മഴ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കയറി നിൽക്കാം. അതാണ് ബാനോഫിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഞാൻ എങ്ങോട്ടാ, ഹോംബുർഗിലേക്കാണോ നോയങ്കർഷനിലേക്കാണോ നോക്കില്ല, രണ്ട് വഴിക്കും പോവാം. പിന്നെ ഇപ്പോൾ വരുന്ന ട്രെയിൻ എങ്ങോട്ടേക്കാണെന്ന് അറിയത്തില്ല ശരിക്കും. അത് മുകളിൽ കയറിയിട്ട് വേണം നോക്കാൻ. എവിടുന്ന് പറഞ്ഞ പേടിച്ചു പോയി. പുതിയ കോച്ച് പോലെ ഉണ്ട്. അത് കോച്ചാണോ അതോ വേറെ എന്തെങ്കിലേക്ക് പോകണതാണോ എന്നറിയത്തില്ല. എന്തോ കൊണ്ടുപോകണത്, ഇവിടെ അങ്ങ് ആരുമില്ല. ഇവിടെ ക്ലോക്കൊക്കെ ഉണ്ട്, എന്തോ കറക്റ്റ് സമയമൊക്കെയാണ്. പക്ഷേ ഇന്ന് മഴയായതുകൊണ്ട് മൊത്തം മൂടി കിടക്കണ കാരണം ലൈറ്റില്ലൊരു രസമില്ല കാണാൻ. ട്രെയിൻ വന്നു. ട്രെയിൻ അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവരുത്തി. സാധാരണ ഇവിടെ വരെ കൊണ്ടാകാറില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറണം. ട്രെയിനിൽ ആരുമില്ല, ഫുള്ള് കാലി. ഡ്രൈവർ ഞാനും മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ ഞങ്ങൾക്ക് ഷൂളയിൽ നിന്നൊരു ഫ്ലാസ്കും ഹുഡിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും ഹുഡിക്ക് അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫ്ലാസ്കിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഹുഡിക്ക് അളവ് ഞങ്ങൾ വന്നപ്പോൾ കൊടുത്ത ഒരു 1-ാം തീയതി 2-ാം തീയതി ആയപ്പോൾ കൊടുത്തായിരുന്നു. എന്നിട്ട് കിട്ടിയത് ഇന്നലെ. അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ഷൂളയുടെ പേര് ഫ്രണ്ടിൽ ഇങ്ങനെ ബാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഫ്ലാസ്കിൻ്റെ കാര്യം അറിയത്തില്ലായിരുന്നു. ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക് അല്ല, ഇവർ കോപ്പി അടിക്കുന്നൊരു സംഭവമുണ്ട്, അതുപോലത്തെ ഒരു സാധനം അത്. അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട്. ഒരു 8 euro to 15 euro ആ റേഞ്ച് വരുന്നത്. 800 to 1000 വരെ 1500 രൂപ വരുന്ന ഞാൻ തോന്നുന്നു. ഞങ്ങളങ്ങനെ കോഫിയൊന്നും കുടിക്കാറില്ല. കോഫി എത്ര നല്ലതല്ലല്ലോ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇവരെപ്പോഴും കോഫി കുടിക്കും. ഇവരൊരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ കോഫി എന്തായാലും ഇവരുടെ കയ്യിൽ ഇന്നും ക്ലാസ്സിൽ കൊണ്ടുവരും. പിന്നെ ഇവരൊരു 2-3 കുപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഒരു ജ്യൂസ് ഉണ്ടാകും, വെള്ളം കുറവാണ്. ജ്യൂസ്, കോള, പിന്നെ കോഫി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് കുടിക്കുന്നത്. അതുകൊണ്ടാണ് എന്നും വരുന്നത്. അതുകൊണ്ട് വേറെ ഉപയോഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് വെള്ളമൊന്നും കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. ചെറിയ ഒരു 1/2 ലിറ്റർ ഉണ്ടാകത്തുള്ളൂ. 1/2 ലിറ്ററാണ് 400 മില്ലിയാണോ എന്ന് അറിയത്തില്ല, അത്രേ ഉള്ളൂ. ഭയങ്കർഷൻ എത്തി. ഞാൻ ഭയങ്കർഷൻ്റെ അപ്പർ സൈഡിൽ ഇതിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ള. ഞങ്ങൾ ഷൂളയെ അടുത്ത് ഇവിടെയാണല്ലോ, ഈ സൈഡിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇത് എവിടെയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ. പിന്നെയാണ് ഇവിടെ ബോർഡ് 3-ാമത്തെ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് ഞാൻ നോക്കുന്നത്. അപ്പോൾ 3 ഇവിടെ, 2 അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അത് ലിഫ്റ്റ് കയറാനുള്ള സ്ഥലമാണ്. പൈസപ്പ് ഞാനിവിടെ വന്ന് ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ മൊത്തം വഴി, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴി. ബാനോഫ് അല്ല, ബസ് കയറാനായിട്ട് സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ലൊക്കേഷൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് ബസ് സ്റ്റോപ്പ് കണ്ടില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സംശയം. ലാസ്റ്റ് ഇതിലേക്ക് വന്നു, ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ബസ് പോകും. ഇവിടെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. റെഡ് കത്തി കിടക്കുക, പച്ച കത്താതെ പോകാനും പറ്റില്ല. തേങ്ങാക്കൊല.
പക്ഷേ ഏതൊക്കെ വഴി കൂടെ ഓടി ഇതിലേക്ക് ഓടി വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ബസ് ഫ്രണ്ടിൽ കൂടെ പോകണം. ഞാൻ അർത്ഥം ഇതിലേക്ക് തല്ലി മാറിപ്പോയി. പക്ഷെ ബസ് കിട്ടി. മടുത്ത് ഓടി ഓടി. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഇത്ര 2-3 മിനിറ്റ് അവിടെ ഉള്ളൂ. അയ്യോ മടുത്തു ഒത്തിരി ഓടി. ഞാൻ ആ മെയിൻ റോഡിൽ ഇറങ്ങിയത് ഇപ്പോൾ കറക്റ്റ് ബസ്സിൻ്റെ നമ്പർ 100. ഇതേ പോണ ബസ് എന്ന് പറഞ്ഞിട്ട് പുറകെ ഓടി. എൻ്റെ ബസ് അടച്ച് കയറിയതായിരുന്നു. അന്നേരം കറക്റ്റ് സിഗ്നൽ വേണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നിന്നപ്പോൾ പുള്ളി ഡോറ് തുറന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ബസ് കിട്ടി. അല്ലെങ്കിൽ ഇനി അടുത്ത ബസ് നോക്കി നിൽക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ പെട്ടും പോയത്. എവിടെ നിൽക്കണ്ടേ എന്ന് എവിടെ പോകേണ്ടതെന്നൊന്നും അറിയാണ്ടായി പോയേനെ. ബസ് കിട്ടി. ഗൈസ് ഞാൻ ലൊക്കേഷനിൽ നോക്കിയപ്പോൾ അപ്പർ സ്റ്റോപ്പിലായിരുന്നു. എനിക്ക് ഡീപിൻ്റെ അകത്ത് കാണിച്ചായിരുന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ നോക്കി പണ്ട് ബസ് നിർത്തി. പക്ഷേ എൻ്റെ ഡോറ് തുറക്കുന്നില്ല. എന്നാൽ പിന്നെ തേങ്ങ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങാൻ നിർത്തിട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഇട്ടു. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നത്. ഇതിൽ തന്നെ ഞാൻ വന്നത്. പക്ഷേ ഒരു തവണ ഞാൻ വന്നുള്ളൂ. അതുകൊണ്ട് വഴി മറന്നു പോയി. ഇതിൽ തന്നെ ആയിരുന്നു വന്നേ. പക്ഷെ ഇവിടെ എങ്ങോട്ടൊരു ലെഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് കിടന്ന് പറയുന്നുണ്ട് ഇതിലേ പോകുന്നത്. ഇവിടെ എവിടെയോ ഒരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് കയറിയായിരുന്നു ഒന്ന് പോയേ. അതിലെ വഴി കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലാണ് പോകേണ്ടത്. നോക്കട്ടെ. എത്തിയെന്ന് പറയില്ല. അവന്മാരെ വിളിച്ച് ലൊക്കേഷൻ ഇടാൻ പറയും. അതേ നടക്കത്തുള്ളൂ. ഞാനിങ്ങനെ പോയിട്ടില്ല. അത് സാധാരണ അവിടെ അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു വരാറാണ് പതിവ് ഇങ്ങോട്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു ബസ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. മറ്റേ കുറച്ച് നടന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മൊത്തം ചുറ്റിപ്പോയി. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടുത്തമില്ല. അങ്ങനെ നടക്കുക. നടത്താൻ പിന്നെ ഒരു പുത്തിരി അല്ലല്ലോ. ഒരു 100 മീറ്റർ അവിടെ വന്നപ്പോൾ വഴി ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ ശകലമേ ഉള്ളൂ. ഒരു 250 മീറ്റർ അത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് സെറ്റായി. അത് ഇവിടുന്ന് വളവ് കയറി ചെല്ലുന്നു. അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് മുകളിലേക്ക് പോയാൽ മതി. കറക്റ്റ് അവിടെ ചെല്ലും. ഇവിടുന്ന് ഇങ്ങനെ റൈറ്റ് പോകുന്നു. ഇങ്ങനെ വളഞ്ഞ് ഇവിടെ ഇത് ഫെയർവെയറിൻ്റെ സംഭവമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് ക്ലിക്ക്. അന്ന് ഇതിലാണല്ലോ വന്നേ. ഇതേ അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് നേരെ മുകളിൽ കാണും. വലതുവശത്ത് കാണുന്നത് അപ്പാർട്ട്മെൻറ്റാണ് അവന്മാരുടെ. ഒത്തിരി ചുറ്റേണ്ട വന്നില്ല. അപ്പുറം ഇറങ്ങിയത് ബാക്കി മൊത്തം ഞാൻ നടക്കേണ്ട വന്നേനെ. തേങ്ങാക്കൊല. എന്തായാലും ഇവിടെ ഇറങ്ങിയത് നന്നായി. ആ പുള്ളി ഡോറ് തുറക്കാത്തത് നന്നായി. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഫൈനലി ഞാൻ എത്തി. തൊട്ടടുത്തായിരുന്നു. ഇതാണ് അവന്മാരുടെ 2ാമത്തെ നില. സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറാണ് അവരുടെ. അവിടെ അവർ 5 പേരുണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ചെല്ലുമ്പോൾ അറിയാം. ഇവിടെ പോയി ഇങ്ങനെ അടിക്കണം. ഇത് മോളെയും തുറക്കാൻ പറ്റുന്ന ടെക്നോളജിയാണ് ഗൈസ്. തുറന്നിട്ട് അമ്മരെ വിളിക്കാം. അപ്പോൾ പിന്നെ ഡോറ് തുറന്നു. ദീപക്. അപ്പോൾ ഫൈനലി ഇവിടെ എത്തി ഗൈസ്. ഇവിടെ ഭയങ്കര കുക്കിങ്ങാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ കോട്ടയ്ക്കൊന്ന് ഊരിയെടുത്തേ. ഭയങ്കര ചൂട് എടുത്തിട്ട്. ഭയങ്കര കുക്കിങ്ങാണ് ഗൈസ്. എവിടെ കണ്ടിട്ടില്ല ഗൈസ്. ഞങ്ങളിവിടെ വന്നപ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ചോറ്, ബീഫുണ്ട്. എടാ അത് ചിക്കൻ ഫ്രൈ കൂടെ കാണിക്കടാ. ചിക്കൻ ഫ്രൈ ഉണ്ട്, 3 കഷ്ണമുണ്ട്. ഞങ്ങളൊരു 5-8 പേരുണ്ട്. എല്ലാവർക്കും കൂടെ കഴിക്കാം. ഒരുത്തനാണ് കിടപ്പുണ്ടോ തുണിയില്ലാതെ ഇറക്കാൻ കാണിക്കുന്നില്ല. കാണിക്കടാ. ഒരുത്തനോട് വിളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വരാം. ഞാൻ കൊണ്ടുവന്നേ ഇവിടുന്ന് ഗൈസ്. എൻ്റെ ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് ചെയ്യാൻ പോവാൻ. എടാ നിന്റെ മുഖം കാണിക്കില്ലടാ. ബീഫുണ്ട്. ബീഫ് അവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. സിനിമ കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഡയറ്റാണ് ഗൈസ്. നീ ഓക്കെ. അപ്പോൾ കഴിച്ചിട്ട് വരാം.
ഗൈസ് അപ്പോൾ ഇവിടെ കുറേ നേരം M4ടെക്കിന്റെ പിന്നെ മറ്റേ ഫിറോസിക്കയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിശപ്പ്, അതായത് ഫുഡ് വ്ളോഗ് ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു അവന്മാരും കൂടെ വന്നിട്ട്. അവന്മാരിപ്പോൾ പുറത്ത് നടക്കാൻ പോയായിരുന്നു. അപ്പോൾ അവന്മാരും കൂടെ വന്നിട്ട് ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവന്മാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവന്മാർ മെക്ഡൊണാൾഡ്സിൽ കയറി കഴിച്ചു. അപ്പോൾ പിന്നെ അവന്മാർ അവിടെ നിൽക്കുവാണ് വണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ പോയി കഴിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ പോകാനായിട്ട് റെഡി ആയിരിക്കും. ഇവിടെ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, അത് പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലടാ അത്? പബ്ലിക്കായിട്ട് അത് ആദ്യത്തെ 20 മിനിറ്റ് എന്തോ ഫ്രീ ആണ്. അപ്പം എന്തോ കോടൊക്കെ അടിച്ചാൽ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് അവന്മാർ പറയും, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവന്മാർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക ആണ് ഒരാള്. എലിയാസേ ഹലോ ഗായ്സ്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് ഇല്ലെങ്കിൽ വണ്ടി എടുക്കുന്നിടത്ത് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഇതാണ് മറ്റേ സാധനം ഇലക്ട്രിക്കിൻ്റെ. ഇതിനകത്ത് 2 പേർക്ക് ശരിക്കും ഒരാൾക്ക് വേണ്ടി ആയതില്ല, അത് ഞങ്ങൾ 2 പേർക്ക് നിന്ന് പോകും. ഇവിടെ ഫോണൊക്കെ വെക്കാൻ പറ്റും ലൊക്കേഷൻ നോക്കാനായിട്ട്. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇലിയാസ് പറഞ്ഞു തരും. യെസ് ഇലിയാസ്. അതെ, എനിക്കില്ല. ഇവന്റെ വാക്കുകളൊക്കെ സെൻസർ ചെയ്യട്ടോ. ഇതെങ്ങനെ ഇത് ടെക്നോളജി ഏടാ മുകളിൽ പറഞ്ഞോണ്ടിരിക്കണടാ. നമ്മള് പോകത്തില്ലല്ലോ. എങ്ങനെ 3 എടുക്കാനാ? 2 2 എടുത്തോ ഞാൻ ഡബിൾ സ്റ്റഡിക്കാൻ. 3 എടുക്കാനായിട്ട് നമ്മുടെ ഫോണില്ല. 3 ഫോണില്ലേ? 3 ഫോണിന്റെ വെച്ച് നിന്റെ ഇല്ലല്ലോ. അതിനാ നിന്റെ നമ്പറിലല്ല അവൻ കേറിയിരിക്കുന്നത്. അല്ല എന്റെ അകത്തുണ്ട് ഓൾറെഡി. ഓ എന്റെ ഇത് വെച്ച് അവൻ ലോഗിൻ ചെയ്തല്ലേ ഇപ്പോ. നിനക്ക് കയറാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കയറാൻ പറ്റുമായിരിക്കും, നോക്കട്ടെ നോക്കിയിട്ട് പറയാം. ഓടിക്കാൻ ഭയങ്കര ടാസ്കാ. ഇത് ഓടിക്കുന്നതിനൊക്കെ സമ്മതിക്കണം. ഇപ്പൊ അവൻ ഓടിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ തള്ളി പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇതെങ്ങനെ നിക്കണ്ടെന്ന് അറിയത്തില്ല. എടാ ഇത് എവിടെയാണ് നിക്കുന്നത്? ഞാൻ നീന്തോ പോയി. പോട്ടെ പോട്ടെ. വലിക്കുന്നുണ്ട്. ഇത് ഭയങ്കര കൈസ്, ഇത് ഫുള്ള് കോമഡിയാണ് കൈസ്. ഇത് വലിക്കുന്നുമില്ല, ഇത് വെട്ടി ഏതാ മതിലൊക്കെ പോണേ. ഒരു കാര്യം ചെയ്യും, നീ അതിൽ കയറി, ഞാൻ അത് ഓടിച്ചു നോക്കാം. നീ ഒന്നുകൂടെ ഓടിച്ചു നോക്കി, പറ്റുന്നുണ്ടോ? എടാ വണ്ടി ഇത് ഭയങ്കര പവറാ. ഒരുത്തും തള്ളിക്കൊണ്ട് കയറി പറക്കുന്നു. പവറാണ്. അയ്യോ വരുവാ. പക്ഷേ ലാസ്റ്റ് ഞാൻ ഓടിച്ചു, അവന് ഓടിക്കാൻ പറ്റുന്നില്ല. അമ്മമാര് വരുന്നുണ്ട് പുറകേന്ന്. അതേ അവന്മാര് ഇതിന് മണിയൊക്കെ ഉണ്ട്. ഇതിന് മണി എവിടെയാ? ഇതേ പോണ അവന്മാര് അറിയില്ല. 2 പേരൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇത് സീനാ കൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല, എന്നാലും കുഴപ്പമില്ല, ഓടും. ഈ വണ്ടിക്ക് വലിയില്ല, ഇത് ചാർജ് തീർന്നു തോന്നുന്നു. അവന്മാരങ്ങ് എത്തി. തള്ളി മടുത്ത് ഞാൻ. കയറ്റം കയറുന്നില്ല, നല്ല കയറ്റമാണ്. അവന്മാർ 2 പേരെ വെച്ച് കയറുന്നുണ്ട്, പക്ഷേ എൻ്റെ വണ്ടി മാത്രം കയറുന്നില്ല. കണ്ടോ, മടുത്തു. അയ്യോ പാട്ട വണ്ടി, ഇനി ചാർജില്ല. ഇതിന്റെ ചാർജ് തീർന്നു പോയി. ചുമപ്പ് കത്തി. എല്ലാവരും ഉണ്ട്, ആരും കാണത്തില്ലായിരിക്കും, പക്ഷെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വണ്ടി എല്ലാത്തിനും ചുവച്ച എത്തിയിരുന്നു. പക്ഷെ ഞാൻ കൊണ്ടുവന്ന വണ്ടിയുടെ മാത്രം അടുത്ത വണ്ടി എടുക്കണം. ഗൈസ് ഞങ്ങള് മെക്ഡിയിലെത്തി. ഇതാണ് ഇവിടുത്തെ മെക്ഡി. എല്ലാവരും ഉണ്ട്, ഇവിടുത്തെ പുറകിലുണ്ട്. അവിടെ കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നറിയത്തില്ല, പെർമിഷൻ ചോദിച്ചു നോക്കാം. സമയത്ത് ഞാനില്ല, നല്ല തിരക്കുണ്ട്, നോക്കാം. ഗൈസ് 600 രൂപ ബർഗർ എടുത്ത് മേടിച്ചല്ല, 6 യൂറോ നമ്മൾ ഇന്ത്യ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതെ തലയും കുത്തി വെച്ചേക്കും. തുറന്നത് തലയും കുത്തി ബീഫ് ബർഗറാ ഗൈസ്. കടിച്ചു അല്ല, ഞങ്ങളുടെ മീൽ വന്നു. ഇത് 2 യൂറോയുടെ സാധനമാണ് ഈ 2 എണ്ണം. ഒരുത്തിന് 6 യൂറോയ്ക്ക് മേടിച്ച അത്രയും വലിപ്പമുള്ളവരുണ്ടോ. അവന് വീഡിയോ എടുക്കുന്ന കാണിക്കണം എന്ന് പറഞ്ഞു.
അതിനകത്ത് ആ പുറകിൽ ആളുണ്ടല്ലോ കുഴപ്പമില്ലായിരിക്കും. ഇത് തരക്കേട്ടില്ല, 100 രൂപയ്ക്ക് കുഴപ്പമില്ല. ഇത് ശരിക്കുള്ള റേറ്റ് എത്രയാണ്? 2.5 യൂറോ. 250 രൂപ സാധനം 100 രൂപയ്ക്ക് കിട്ടി. കുഴപ്പമില്ല, ചെറുതാ. വയററിയാൻ ഭാഗത്തൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഫ്രീ ആയിട്ടൊരു കോഫിയും കൂടെ കിട്ടി. അത് അവനെന്തോ റെഡീം ചെയ്യാൻ പറ്റുന്ന സംഭവമായിരുന്നു. കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട്. ഇതെന്നടാ പാരസെറ്റാമോൾ മാറിയിരിക്കും ഇതിന്. ഇതൊക്കെ ഇങ്ങനെ കുടിക്കുന്ന ഇവര് മനസ്സിലാവുന്നില്ലേ? ഭയങ്കര ഹൈപ്പ് എന്ന് പറയാൻ ഭയങ്കര ഹൈപ്പ്. എന്നാടാ കുടിച്ചോടാ. എനിക്ക് വേണ്ട. എലിയാസ് നിനക്ക് വേണോടാ? അഭിൻ കീച്ചുന്നുണ്ട്. അഭിന് ഇഷ്ടപ്പെട്ടു. അത് മറ്റേ ഓസിന് ആസിഡ് കിട്ടിയാലും വിഴുങ്ങുന്നത് കുടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ്. പൈസ ഇപ്പോൾ അടുത്ത ഐറ്റം ട്രൈ ചെയ്യാം. ഇതിന് എത്ര യൂറോടാ? അതും 2.5 യൂറോ. ഇത് 2.5 യൂറോയുടെ പൈസ. ഇതെത്ര എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് കുഴപ്പമില്ല. ഇത് മറ്റേതിനേക്കാളും കൊള്ളാം. നിനക്ക് ഇപ്പൊ ചെറുതായിട്ട് കാശ് പോയതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലേ? ഇത് കുഴപ്പമില്ല. മറ്റേത് വല്ലാതെ നഷ്ടമായി കുടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹൈപ്പ്, ഭയങ്കര ഹൈപ്പ്. ഇതിന്റെ അകത്തെ പാറ്റീസ് തന്നെ അതിന്റെ അകത്തും. ഇത് പഞ്ചാരില്ല, കയ്പ് മാത്രമേ ഉള്ളൂ. കഴിച്ചിട്ട് വരാം. ഇതാണ് ഈ പിച്ച് പിടിച്ചതിന്റെ കൊടുക്കുക. ഇത് 50 സെന്റ് പ്രൈസ് ആണ് ഇവിടുത്തെ. സ്റ്റാർബുക്കിലെ ഇതിലും ചെറുതാണല്ലോ. 50 സെന്റ് ഇത്ര ഉണ്ട്. 50 സെന്റ് ലാഭം ഇവിടെ കുറെ ഉണ്ട്. എടാ ഇത് സ്റ്റാർബുക്കിലെ ഇതിലും നാട്ടില് 4 മണിക്ക് ചായയും ചക്കവറുത്തും തിന്നുന്ന പോലെ എല്ലാവരും വട്ടം കൂടിയിരുന്ന് പൊമോസ് കഴിക്കുന്ന എല്ലാവരും നോക്കണം. ഞങ്ങളെല്ലാം ഒരെണ്ണത്തിന് തിന്നുന്നുണ്ടും പറഞ്ഞു. മറ്റേ ജ്യൂസ് പവള ജ്യൂസ് വാങ്ങി കുടിച്ചു. നേരെ അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ സെക്കൻഡ് ഉണ്ടല്ലോ മധുരില്ല പ്രൊബീറം ചെയ്യുന്നുണ്ടോ? പ്രൊബീറം ചെയ്യണം. പ്രൊബീറം പറഞ്ഞു. എന്നാലും ഞാൻ ഇങ്ങനെ എടുക്കുക. നേരെ അപ്പുറത്ത് മറ്റേ സോപ്പ് നേരത്തെ ഹിഗീന എന്നിട്ട് അവളുടെ താറാവ് നമുക്ക് തന്നല്ലോ. അവളുടെ താറാവ് നമുക്ക് തന്നല്ലോ. അവളുടെ താറാവ് കഴിച്ച അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി കുറേ പൊമോസൊക്കെ മേടിച്ചു. പൊമോസ് എന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ്, അത് മേടിച്ച് തിന്നു. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളൊരു ബസ്സിനെ ചാറ്റയുടെ തോന്നുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇതിനകത്ത് 3 മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന്. അമ്മ വണ്ടി എടുത്തിട്ട് വരും. ഇനി വണ്ടി കയറാൻ വയ്യ, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഒന്നുമില്ലാതെ പിന്നെ തണുപ്പാണ്. പിന്നെ ഇതിനൊക്കെ പോകാൻ നിർത്തി 3 മിനിറ്റും കൂടെ അവിടെ എത്തും. അതാകുമ്പോൾ ഇറക്കിറങ്ങി കയറണ്ടേ. അതുകൊണ്ട് ഇതിനൊക്കെ പോകാമെന്ന് വെച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.